നമസ്കാരം. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക്, നമ്മുടെ കോമൺ സെൻസിന് 100% ശരിയാണെന്ന് തോന്നുന്ന ചില നിയമങ്ങളെക്കുറിച്ചാണ്. ഭൗതികശാസ്ത്രത്തിലെ വളരെ ലളിതമായ നിയമങ്ങൾ. പക്ഷേ രസമെന്താണെന്ന് വെച്ചാൽ ഇതേ നിയമങ്ങളാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ പൊളിച്ചെഴുതിയത്. അപ്പോൾ നമുക്ക് ഗലീലിയൻ രൂപാന്തരണങ്ങളുടെ ലോകത്തേക്ക് കടക്കാം. അപ്പോൾ ഈയൊരു ചോദ്യം നമുക്ക് മനസ്സിൽ വയ്ക്കാം, അല്ലേ? കാരണം ഒരേ സംഭവം രണ്ടുപേർ രണ്ട് രീതിയിൽ കാണുമ്പോൾ അതിൽ ഏതാണ് ശരി എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ കാതൽ. ഫിസിക്സിൽ നമ്മളിതിനെ റെഫറൻസ് ഫ്രെയിമുകൾ അഥവാ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എന്ന് പറയും. നമുക്കതൊന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിലാണ് ആ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ അനങ്ങാതെ നിൽക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്ത് ഒരേ വേഗതയിൽ പോകുന്നൊരു ട്രെയിനിൻ്റെ അകത്തുണ്ട്. രണ്ടുപേരും പുറത്തുള്ള ഒരേ കാഴ്ച കാണുന്നു. രണ്ടുപേരുടെയും വിവരണങ്ങൾ ഒന്നായിരിക്കുമോ? എങ്ങനെയായിരിക്കും അത് വ്യത്യാസപ്പെടുന്നത്? അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ശാസ്ത്രജ്ഞർക്കൊരു വഴി കണ്ടുപിടിക്കണമായിരുന്നു. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാൾ കാണുന്നൊരു കാര്യത്തെ ട്രെയിനിൽ പോകുന്നയാൾ കാണുന്നതുമായി എങ്ങനെ ബന്ധിപ്പിക്കാം? അതായത് ഒരാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് മറ്റൊരാളുടെ കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങളെ എങ്ങനെ തർജ്ജമ ചെയ്യാം, അല്ലെങ്കിൽ മാറ്റിയെടുക്കാം? നമുക്ക് നോക്കാം. ഒരു കാര്യം ഓർക്കണം, ഈ നിയമങ്ങൾ എല്ലായിടത്തും ശരിയാവണമെന്നില്ല. അതിനൊരു നിബന്ധനയുണ്ട്. നമ്മൾ നിരീക്ഷിക്കുന്ന സ്ഥലങ്ങൾ ഒന്നുകിൽ നിശ്ചലമായിരിക്കണം, അല്ലെങ്കിൽ ഒരേ വേഗതയിൽ നേർരേഖയിൽ പോകുന്നവയായിരിക്കണം. അതായത് വേഗത കൂടാനോ കുറയാനോ പാടില്ല, വളവോ തിരിവോ ഒന്നും പാടില്ല. നമ്മുടെ ഉദാഹരണത്തിലെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ട്രെയിൻ, ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നോട്ടോ. നൂറ്റാണ്ടുകളോളം ഫിസിക്സിനെ നയിച്ചു ഒരെണ്ണം. അതാണ് ഗലീലിയൻ രൂപാന്തരണങ്ങൾ. നമുക്കെല്ലാവർക്കും ഒറ്റനോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്ന വളരെ വളരെ ലളിതമായ ചില നിയമങ്ങൾ. ശരി, നമുക്കിതിന്റെ കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. ട്രെയിനിലുള്ള നിങ്ങളുടെ സുഹൃത്ത് ഒരു മരം കാണുന്ന ദൂരത്തെ നമുക്ക് എക്സ് ഡാഷ് എന്ന് വിളിക്കാം. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതേ മരം കാണുന്ന ദൂരമാണ് എക്സ്. കണ്ടില്ലേ? നിങ്ങൾ കാണുന്ന ദൂരത്തിൽ നിന്ന് ആ സമയം കൊണ്ട് ട്രെയിൻ എത്ര ദൂരം മുന്നോട്ടു പോയോ അത് കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് കാണുന്ന ദൂരം കിട്ടും. ഇത് നമ്മുടെ എല്ലാ ദിവസത്തെയും അനുഭവങ്ങളുമായി കറക്റ്റായി ചേരുന്നുണ്ട്, അല്ലേ? ഇതാണ് ഗലീലിയൻ രൂപാന്തരണത്തിന്റെ ആത്മാവ്. ഇതാണ് ഗലീലിയൻ രൂപാന്തരണങ്ങളുടെ മുഴുവൻ സെറ്റപ്പ്. ട്രെയിൻ മുന്നോട്ട് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് Y-Z ദിശകളിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അന്നാരും അത്ര കാര്യമായി ചിന്തിക്കാതിരുന്ന ഒരു നിയമം ഏറ്റവും താഴെയുണ്ട്. T'=T. അതായത് സമയം അതെല്ലാവർക്കും ഒരുപോലെയാണ്. ശരിക്കും അങ്ങനെയാണോ? അതെ, ഇതാണ് വലിയ സങ്കല്പം. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണോ അതോ ഒരു സൂപ്പർസോണിക് ജെറ്റിൽ പറക്കുകയാണോ എന്നതൊന്നും ഒരു വിഷയമല്ല. സമയം എല്ലാവർക്കും ഒരേ വേഗതയിലാണ് മുന്നോട്ടു പോകുന്നത് എന്നതായിരുന്നു അന്നത്തെ വിശ്വാസം. പ്രപഞ്ചത്തിൽ ഒരൊറ്റ ക്ലോക്ക്, അതെല്ലാവർക്കും ഒരുപോലെ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം വളരെ കൃത്യവും ചിട്ടയുള്ളതുമായൊരു സ്ഥലമായി തോന്നി. എല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഇത് വളരെ ശക്തമായൊരു തത്വത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. ഇവിടെയാണ് ഒരു അത്ഭുതം സംഭവിക്കുന്നത്. സ്ഥാനവും വേഗതയും നിങ്ങൾക്ക് രണ്ടാൾക്കും വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്, അല്ലേ? എന്നാൽ വേഗതയുടെ മാറ്റം, അതായത് ത്വരണം അഥവാ ആക്സലറേഷൻ, അത് രണ്ടുപേർക്കും ഒന്നുതന്നെയായിരിക്കും. അതായത് എ എന്നത് എയ്ക്ക് തുല്യമാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? ന്യൂട്ടന്റെ നിയമമനുസരിച്ച് ഫോഴ്സ് അഥവാ ബലം, അതും രണ്ടുപേർക്കും ഒരുപോലെയായിരിക്കും. ഇതൊരു വലിയ കണ്ടെത്തലായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്നാലും ശരി, ഒരേ വേഗതയിൽ പോകുന്ന ട്രെയിനിൽ നിന്നാലും ശരി. ഇതാണ് ക്ലാസിക്കൽ ആപേക്ഷികതാ സിദ്ധാന്തം. എല്ലാം എത്ര ലളിതവും മനോഹരവുമായിരുന്നു. പക്ഷേ ഈ പെർഫെക്റ്റ് എന്ന് തോന്നിയ സിസ്റ്റത്തിൽ ഒരു വില്ലൻ വന്നു. പുതിയൊരു കണ്ടുപിടുത്തം ഈ എല്ലാ നിയമങ്ങളെയും ചോദ്യം ചെയ്തു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും അത് മാറ്റിമറിച്ചു. ആ വില്ലന്റെ പേരാണ് വൈദ്യുതകാന്തികത. അതെ, കളിയുടെ ഗതി മാറ്റിയത് പ്രകാശമായിരുന്നു. ക്ലാസിക്കൽ ഭൗതികശാസ്ത്രം കെട്ടിപ്പൊക്കിയ എല്ലാ കോട്ടകളെയും ആ ഒരൊറ്റ കാര്യം തകർത്തു. ഇതാണ് ആ ഞെട്ടിക്കുന്ന സത്യം. പ്രകാശത്തിന്റെ വേഗത, അതായത് സി, എപ്പോഴും സ്ഥിരമാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ടോർച്ച് ഓൺ ചെയ്ത് അതിൽ നിന്ന് അതിവേഗത്തിൽ ഓടി അകന്നാലും അല്ലെങ്കിൽ അതിനടുത്തേക്ക് ഓടി വന്നാലും നിങ്ങൾ അളക്കുന്ന പ്രകാശത്തിന്റെ വേഗതയ്ക്ക് ഒരു മാറ്റവുമുണ്ടാകില്ല. ഇത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതേയല്ല. ഈ വൈരുദ്ധ്യം നോക്കൂ. നമ്മളൊരു പന്തെറിഞ്ഞാൽ നമ്മുടെ വേഗതയനുസരിച്ച് അതിന്റെ വേഗത മാറും. അത് നമുക്കറിയാം. ഗലീലിയൻ നിയമങ്ങൾ അവിടെ ശരിയാണ്. എന്നാൽ പ്രകാശത്തിന്റെ കാര്യത്തിലോ? നമ്മുടെ കോമൺ സെൻസ് പറയുന്ന നിയമം അവിടെ പാടെ തെറ്റുന്നു.
നിങ്ങൾ എത്ര വേഗത്തിൽ പോയാലും പ്രകാശത്തിന്റെ വേഗത എപ്പോഴും c ആയി തന്നെ നിൽക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഈയൊരു ചോദ്യത്തിന് മുന്നിൽ ശാസ്ത്രലോകം പകച്ചുനിന്നു. ഇത് ഒരു കാര്യം ഉറപ്പിച്ചു: ഗലീലിയൻ രൂപാന്തരണങ്ങളിലെവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് അപൂർണമാണ്. അപ്പോ പിന്നെ എന്താണ് ശരി? ഈയൊരു പ്രതിസന്ധി ഭൗതികശാസ്ത്രം തെറ്റാണെന്നല്ല അർത്ഥമാക്കിയത്, മറിച്ച് ശാസ്ത്രം ഒരു പുതിയ വിപ്ലവത്തിന്റെ വക്കിലായിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു. പഴയ നിയമങ്ങൾ പൊളിച്ചെഴുതി പുതിയൊരെണ്ണം ഉണ്ടാക്കേണ്ട സമയമായിരുന്നു അത്. അതുകൊണ്ട് ഗലീലിയൻ നിയമങ്ങളുടെ ഈ പരാജയം യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു. നമ്മുടെ അറിവിന് പരിധികളുണ്ടെന്ന് അത് നമ്മളെ പഠിപ്പിച്ചു. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാപ്രതിഭയ്ക്ക് പ്രപഞ്ചത്തെ പുതിയ കണ്ണുകളോടെ നോക്കിക്കാണാൻ അവസരമൊരുക്കി. അപ്പോ നമ്മൾ ഗലീലിയൻ നിയമങ്ങളെ ചവട്ടുകൊട്ടയിലിട്ടോ? ഇല്ല, അവ ഇപ്പോഴും വളരെ വളരെ ഉപയോഗപ്രദമാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം. അതായത് അവ പൂർണ്ണമായും ശരിയല്ല, മറിച്ച് ഒരു നല്ല ഏകദേശ ധാരണയാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ കാറുകളുടെയും വിമാനങ്ങളുടെയും ഒക്കെ വേഗത, അത് പ്രകാശവേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. അത്തരം ചെറിയ വേഗതകളിൽ ഗലീലിയൻ നിയമങ്ങൾ കൊണ്ട് കണക്കുകൂട്ടിയാൽ ഒരു പിശകും വരില്ല. പക്ഷേ എപ്പോഴാണോ നമ്മൾ പ്രകാശവേഗതയുടെ അടുക്കുന്ന വേഗതയിൽ സഞ്ചരിക്കുന്നത്, അപ്പോൾ ഈ നിയമങ്ങൾ വഴിമാറിക്കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമെന്ന് കരുതുന്ന സാമാന്യബുദ്ധിക്ക് പോലും ഇത്ര വലിയ തെറ്റുകൾ പറ്റാമെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളിലായിരിക്കാം നമ്മുടെ ധാരണകൾ തെറ്റായിട്ടുള്ളത്? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും ധാരണകളെയും എപ്പോഴും ചോദ്യം ചെയ്യാൻ മടിക്കരുത്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.